ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളെല്ലാരും വീട്ടിലുള്ളൊരു ദിവസമായിരുന്നേ. അപ്പൊ നമ്മുടെ പരിപാടി എന്താ? എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം. എന്താണ് ഉണ്ടാക്കേണ്ടത്? ഒരു സാധനം ഉണ്ടാക്കാം. എന്ത് വെച്ചിട്ട്? ലേസ് വെച്ചിട്ട്. ലേസ് വെച്ചിട്ട് സംഭവം ഉണ്ടാക്കല്ലേ? അതെ. അതിന് പിന്നെ ഞാൻ ഇവിടെ കാണിക്കാമായിരുന്നു. ലേസിന് ഇവിടെ ക്ലീനിങ് പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഈ അച്ഛൻ പുല്ലൊക്കെ ചെത്തുവാണ്. അതിന്റെ കൂടെ നമ്മുടെ കോഴിക്കുട്ടനും ഉണ്ട്. എന്നാത്തിനാന്ന് വെച്ചാല് അവിടെ ഈ ചെത്തുമ്പോഴത്തേക്ക് കുറെ പുഴുവൊക്കെ വരില്ല, അതിനെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെ പാത്ത് നടക്കുന്നത്. ഞങ്ങൾക്ക് നേരത്തെ കുറെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാന്, എല്ലാത്തിനും അടിച്ചോണ്ട് പോയി. നമ്മൾ വാങ്ങും, മരപ്പെട്ടി അടിച്ചോണ്ട് പോയി. ഇതാണ് പരിപാടി. ഇത് കണ്ട് ഇവിടെ അവിടെ എല്ലാം പുല്ലായിരുന്നു, ഇത്രയും പുല്ലൊക്കെ കയറി കിടന്നായിരുന്നു. അത്രയും ചെത്തിയത് അച്ഛനാണ്. പിന്നെ ഇവിടെ ഒക്കെ അമ്മയും ഹെൽപ്പിങ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കത്തിക്കുന്നു. അവിടെ നല്ല എടുത്ത് ഇനി ഇതെല്ലാം ഇവിടെ എല്ലാം വൃത്തിയാക്കാം അതുപോലെ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ സംഭവത്തിലേക്ക് പോയല്ലേ, ലേസ് വെച്ചിട്ട് സംഭവം ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ തുടങ്ങാം ഗൈസ്, വായോ. നമുക്ക് നമ്മുടെ ഈ ലേസിൻ്റെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയത് വെജ് ബിരിയാണി ആയിരുന്നു. വെജ് ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യല്ലേ വെജ് ബിരിയാണി. പിന്നെ മാഡാങ്കിൾസ് കിട്ടി, 2 തരം മാഡാങ്കിൾസും ഉണ്ട് നമുക്ക്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് നോക്കാം. ഒരു കുക്കുംബർ മൊത്തം അടിച്ച് മതി. കുക്കുംബറും പിന്നെ സബോളയുണ്ട്, പിന്നെ തക്കാളി. ഈ സബോള എല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാതെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ അരിയാം. ഈ സബോളയൊക്കെ അരിയുമ്പോൾ നമുക്ക് കണ്ണ് നേറും, എന്നാലും സാരമില്ല, ഫുൾ അരിഞ്ഞെടുക്കുക. ഇത് കഴിഞ്ഞ് ഈ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി അരിയണം. തക്കാളി ഇതുപോലെ സ്മോൾ പീസസ് ആയി അരിയുക. അത്ര ചെറുതായിട്ട് അരിയാവും, അത്രയും ചെറുതായിട്ട് അരിയണമെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. കാരണം ഇത് ഇഷ്ടമില്ലാത്തവർക്ക്, ഇതൊന്നും കഴിക്കാൻ അത്ര ഇഷ്ടമില്ലാത്തവർക്കും ഇത് കഴിച്ചു പോകും. അപ്പം കുഞ്ഞിതായിട്ട് അരിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ കുക്കുംബറാണ്, ഇതിന്റെ ഈ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് എടുക്കാം. എന്നിട്ട് അരിയാവേ. ചിലരൊന്നും ഈ കുക്കുംബർ കഴിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്തു കൊടുത്തവര് കഴിച്ചു കേട്ടോ. കഴിക്കാത്തവർ പോലും കഴിക്കും. അതാണ് ഇതിന്റെ ഒരിത്. സംഭവം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ ലേസ് പൊട്ടിച്ച് അതിലൂടെ മിക്സ് ആക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ വെജ് ബിരിയാണിക്കകത്തോട്ട് എല്ലാ ലേസും പൊട്ടിച്ചിടാം. ഓക്കെ, കമോൺ. കൊള്ളാല്ലേ ഗയ്സ്, ഇത് പക്ഷെ പുതിയതാണോ തോന്നുന്നു കേട്ടോ. ഞാൻ ഇത് കഴിച്ചിട്ടില്ല, ഇതിന് മുന്നേ ഇറങ്ങിയത് ആയിരുന്നു കഴിച്ചിട്ടുള്ളത്. ഇതിന്റെ ഇത് കണ്ടാ ഭയങ്കര നൈസ് ആയിട്ടിരിക്കുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ഇതിലേക്ക് നമുക്ക് ബാക്കിയുടെ പൊടിച്ചിടാം. ഹായ്. ലേസ് ഇഷ്ടമില്ലാത്തവരുണ്ടോ അവർ കമന്റ് ചെയ്യണേ. അത് നമുക്ക് ഇതിനകത്ത് കൊടുക്കാതെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശ്രുതി അയ്യോ നോക്കുന്നു, കാരണം എന്താണെന്നറിയോ, ഇതുണ്ടായിരുന്നു നമുക്ക് ഇതൊന്നും കഴിക്കായിരുന്നല്ലോ. കഴിക്കാൻ വേണ്ടി പുള്ളിക്കരി മാറ്റി വെച്ചായിരുന്നു, നമ്മളെന്തായാലും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബാക്കിയുള്ളത് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിതെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഹായ്, നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കണേ, മസ്റ്റ് ട്രൈ ആണ്, നല്ലതാണ്, സൂപ്പറായിട്ടാണ്. ഓക്കെ, സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ സംഭവം സൂപ്പറാണ്. ഒക്കെ ലേസ് ആയിരുന്നെങ്കിൽ ഇടുമായിരുന്നു. നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ലേസ് വെച്ചുണ്ടാക്കുക. ഓക്കെ, ലേസ് നോക്കിയാൽ സൂപ്പറായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ഇവിടെ കാണാം. ഹായ്.